നമ്മൾ ആ ഒരു ഇത്രയൊക്കെ സംവിധാനങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്തു വെച്ചിട്ട് അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ എർത്തിങ്ങിൽ കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആത്മഹത്യ. പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അഷ്റഫ് സാർ നമ്മുടെ കൂടെയുണ്ട്. KCBയിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ്. അദ്ദേഹം പുത്തനത്താണിയിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് അദ്ദേഹം സംവദിച്ചു. കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് അറിയാനുണ്ട്. കുറച്ച് സമയം കൂടി അദ്ദേഹത്തെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സാർ, മിന്നൽ ഒരു വലിയ വില്ലനാണ്. ഒരു ഹെവി ഇലക്ട്രിക് ഫ്ലോ അല്ലേ, അൺകൺട്രോളബിൾ ഫ്ലോ ആണ്. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന അപകടങ്ങൾ എത്രത്തോളമാണെന്ന് കണക്കാക്കുക പോലും പറ്റില്ല. ചിന്തിക്കാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാകും. കുറച്ച് മുമ്പ് മലപ്പുറം ജില്ലയിൽ മങ്കട ഭാഗത്ത് ഒരു മഴയ്ക്കുള്ള സമയത്ത് കുന്നുംപുറത്ത് കാഴ്ചകൾ കാണാൻ പോയ അനുഭവവും അപകടവും മരണമൊക്കെ നമ്മൾ വായിച്ച് സങ്കടപ്പെട്ടതാണ്. മിന്നലുമായി ബന്ധപ്പെട്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? മിന്നൽ വലിയൊരു അപകടം ഉണ്ടാക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി എത്രയാണ് വരുന്നത് എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ മിന്നൽ രക്ഷാചാലകങ്ങളുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഓപ്പൺ പ്ലേസുകൾ, ഇപ്പോൾ ആ ഒരു സംഭവമൊക്കെ വളരെ ദുഃഖത്തിലാഴ്ത്തിയ സംഗതിയാണ്. ഒരു പക്ഷേ നമുക്ക് അന്ന് ആ കുട്ടികൾ പരീക്ഷ റിസൾട്ട് കാത്തിക്കുന്ന കുട്ടികളായിരുന്നു. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്, നേരത്തെ എപ്പിസോഡുകളിലൊക്കെ വന്ന മിന്നൽ രക്ഷയുടെ ഒരു വിഷയം ഈ RCCBയിൽ ഉണ്ട്. പൊതുവേ നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ആളുകൾക്ക് അറിയാവുന്നൊരു സംഭവം അതാണെന്നുള്ള സന്തോഷം നൽകുന്ന കാര്യമാണ്. മിന്നലൊക്കെ വരുമ്പോൾ ട്രിപ്പാകുന്ന ആ സാധനമല്ലേ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പക്കയായിരിക്കുക എന്നുള്ളത് ഒരു വിഷയമാണ്. നമുക്കറിയാം, ചില ഭാഗങ്ങളിലൊക്കെ മിന്നലേറ്റ് ആളുകൾ ഈ മാല ധരിച്ചിരുന്ന അവിടെ മിന്നലേറ്റിട്ട് പൊള്ളലേറ്റ് മരിച്ചത്, അതേപോലെ കുട്ടികൾ മരിച്ചത്, അങ്ങനെ ഈ ചുമരിനോട് ചാരി നിൽക്കുന്നവർ, ചാരി കിടക്കുന്നവർ, കട്ടിലടുപ്പിച്ചിട്ട് കിടക്കുന്നവർ, അതുപോലെ എക്യുപ്മെൻറ്റിൽ നിന്ന് ഈ ഷോക്കടിച്ചിട്ട് മിന്നലിൻ്റെ സമയത്ത് ഇപ്പോൾ ഫോണ് കുത്തി ചാർജിലിട്ടുകൊണ്ട് ഉപയോഗിക്കുന്നത് പൊതുവെ അപകടമാണ്. പ്ലസ് മിന്നൽ കൂടുതലുള്ളപ്പോഴാണെങ്കിൽ അത് നേരിട്ട്, കാരണം ഈ ലൈനിലേക്ക് സംഗതി മിന്നലേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫ്ലോ വളരെ ഹെവി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജനറലി പറയാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ചർച്ച വന്നിരുന്നല്ലോ സ്റ്റെപ്പ് പൊട്ടൻഷ്യലിനെ കുറിച്ച്. ഈ മിന്നൽ വരുന്ന സമയത്ത് നമ്മൾ ഓടുകയോ അല്ലെങ്കിൽ വിസ്തൃതിയിൽ നിൽക്കുകയോ ഒന്നുമല്ല വേണ്ടത്. കഴിയുമെങ്കിൽ അവിടെ കിടക്കുകയാണ് വേണ്ടത്. കാരണം ആ ഒരു സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ നമ്മൾ കുറക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, പണ്ടേ നമുക്കറിയാമല്ലോ, നമ്മൾ തെങ്ങിൽ മിന്നലേറ്റിട്ട് തെങ്ങ് പിളർന്ന് ആണ്ട് പൊട്ടി പിളർന്നു പോകും. അതുപോലെ ചുമരിൽ മിന്നലേറ്റ് ചുമര് പൊട്ടി വിണ്ടുപോകും. ഇപ്പോഴും നമ്മൾ ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മിന്നലേറ്റതാണ് എന്ന് തല കത്തിപ്പോകും, തെങ്ങിന് തല കത്തിപ്പോകും. അപ്പോൾ പല മരങ്ങളും അങ്ങനെ കത്തിപ്പോകും. അത് കരിഞ്ഞ് പിന്നെ അങ്ങനെ നിന്നിട്ട് പട്ടയൊക്കെ വാടി വീണ്. അപ്പോൾ അതൊരു മനുഷ്യരിലേക്കും ഏൽക്കാമല്ലോ. അതാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. കുട്ടികൾക്ക് അവിടെ, അവരാണ് ഉയർന്ന പ്രദേശത്ത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ അത്തരം പ്രദേശങ്ങളിൽ മിന്നലുള്ള സമയത്ത് പോകാതിരിക്കുക. അതേപോലെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കമിഴ്ന്ന് കിടക്കുക. അതേപോലെ ഓടാതിരിക്കുക, സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ വരാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം സംഭവം. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലോഹത്തോട്ടികൾ ഉപയോഗിച്ചിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ കയ്യിൽ അപ്പുറത്തൊരു മരമുണ്ട്, പക്ഷെ ആ മരം തന്നെ ഇവൻ ലക്ഷ്യം വെച്ചോളന്നില്ല. പിന്നെ നമുക്ക് ഈ മിന്നൽ രക്ഷാ ചാലകങ്ങൾ വീടിന് മുകളിൽ, പിന്നെ അത് നിയമത്തിലൊക്കെ നമ്മൾ ഈ മൾട്ടി സ്റ്റോറിഡ് ബിൽഡിങ്ങുകൾ നിർബന്ധമായും വെക്കേണ്ടതുണ്ട്. അല്ലാത്തടത്തും അത് വെക്കാം. ചില ലൈറ്റ്നിങ് പ്രോൺ ഏരിയകളിൽ ഈ ലൈറ്റ്നിങ് ഡൈവേർട്ടുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ചില വീടുകളിലൊക്കെ ചില ഏരിയയിൽ ചില ബിൽഡിങ്ങുകളുടെ മുകളിലൊക്കെ ഇത് ഉപയോഗിച്ച് അതിനൊരു പട്ട ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 25-3 സൈസുള്ള ഈ മെറ്റാലിക് ആയിട്ടുള്ള പട്ട ഉപയോഗിച്ച് നമ്മൾ അതിലൂടെ താഴേക്ക് തന്നെ എർത്ത് ചെയ്ത് കളയാണ് ചെയ്യാം. അവിടെ എർത്തിങ്ങിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് പക്കയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സുരക്ഷ തന്നെയാണത്. മിന്നൽ ശ്രദ്ധിക്കേണ്ട സംഭവം തന്നെയാണ്. ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ട് എന്നൊക്കെ നമ്മൾ കരുതുന്ന രൂപത്തിൽ തീ ഉണ്ടാവാറുണ്ട്
ചിലപ്പോഴൊക്കെ ആൾക്കാർ വെള്ളം ഒഴിച്ചിട്ടൊക്കെയാണ് അത് കെടുത്താനും മറ്റൊക്കെ ശ്രമിക്കൽ. അത് പൊതുവെ അപകടം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അത് എക്സ്റ്റിങ്വിഷ് ചെയ്യുന്നതിന് വ്യത്യസ്ത മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിൽ ഈ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് കൊണ്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക്കലായിട്ടുള്ളൊരു ഫയർ ആണെങ്കിൽ അതിന് എക്സ്റ്റിങ്വിഷ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. വെള്ളം ഒരു കാരണവശാലും പറ്റില്ല. നമ്മൾ സാധാരണ തീ കണ്ടു കഴിഞ്ഞാൽ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുക കെടുത്താൻ വേണ്ടി. അപ്പോൾ നമുക്ക് അത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടോളൊന്നുമില്ല. അങ്ങനെ സംശയം വന്നാൽ തന്നെ നമ്മൾ അവിടേക്ക് വെള്ളം ഒഴിക്കാൻ ശ്രമിക്കും. കാരണം വെച്ചാൽ വെള്ളം ഒഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ ഇലക്ട്രിക് സപ്ലൈ അവിടെ കിടപ്പുണ്ടെങ്കിൽ അത് ഈ തീ കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളെ അപായപ്പെടുത്തും, അല്ലെങ്കിൽ ആ ഒരു സംഘത്തിന് തന്നെ അത് അപായപ്പെടുത്തി കളയും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം വെച്ചാൽ അതിന് ഫോം ടൈപ്പ്, പൗഡർ ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഉണ്ട്. നമ്മൾ പിന്നെ ഇതിൽ കണ്ടിട്ടില്ലേ, പമ്പുകളിലൊക്കെ പെട്രോളിൻ്റെ ഇത് വരുമ്പോൾ അത് കുറ്റി പോലെ അതിൽ തന്നെ പിന്നെ ABCDE എന്നൊക്കെ അതിൽ ഈ കാറ്റഗറിയിലാണ് ഇലക്ട്രിക്കിന് വരിക. അപ്പോൾ അതിൽ ഫോമും പൗഡറാണ് വരിക. ഡീറ്റെയിൽസ് ശരിക്കും നമുക്ക് ഗൂഗിൾ ചെയ്താലൊക്കെ കിട്ടും. അതിനെക്കുറിച്ച് അവബോധം എന്നുള്ള ആളിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സേഫ്റ്റി വാരാജറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ അവബോധം നാളത്തെ പ്രിവെൻഷൻ, അതായത് എന്നുള്ള ആൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നാളത്തെ പ്രതിരോധം എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരു അവബോധം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പറ്റുന്നത്. അതിനെക്കുറിച്ച് പഠിക്കുക. ഇലക്ട്രിക് ആണ് അവിടുത്തെ കാരണമെന്ന് തോന്നിയാൽ തന്നെ, ബോധ്യപ്പെട്ടോളണമെന്നില്ല, തോന്നിയാൽ തന്നെ വെള്ളം നമ്മളവിടെ ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെങ്കിലും അവിടെ നമ്മൾ ഫയറിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റീലുകൾ വെച്ചിട്ടുണ്ട്. ഫയർ എക്സ്റ്റിങ്വിഷിങ് റീലുകൾ ചുവന്ന കളറിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷേ ആ റീലുകൾ വെള്ളത്തിൻ്റെയാണ്. അതവിടെ നമുക്ക്, അപ്പോൾ അവിടെ സപ്ലൈ കട്ട് ചെയ്യുക. നേരത്തെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. സപ്ലൈ കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എക്സ്റ്റിങ്ക്വിഷൻ അവിടെ ചെയ്യാവൂ. മറ്റൊന്ന് നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞതിൽ ഒരു ഷോക്ക് അടിച്ചു കഴിഞ്ഞാലും അവിടെ അയാൾ നമുക്ക് റെസ്ക്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സപ്ലൈ കട്ട് ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ ആ സപ്ലൈ ഈ റെസ്ക്യൂ ചെയ്യുന്ന ആളെയും ബാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സർക്യൂട്ട് ബ്രേക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. കാരണം ഈ സാധനം ഉറപ്പ് വരുത്താൻ കഴിയില്ലല്ലോ. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, മോട്ടോർ സൈക്കിൾ ഇങ്ങനെ ആൾ വീണ ശേഷം കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സ്വിച്ച് ഓഫ് ആക്കിയാൽ നിന്നു എന്നുള്ള ഉറപ്പ് വരുത്താൻ പറ്റും. പക്ഷേ കറണ്ട് പോയെന്നുള്ള ഉറപ്പ് വരുത്താൻ പറ്റില്ല. അപ്പോൾ ആ ഉറപ്പ് വരുത്താനുള്ള മാർഗ്ഗങ്ങൾ അറിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള മാർഗ്ഗങ്ങൾ മനസ്സിലാക്കിയിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അത് കൈകാര്യം ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പിന്നെ KCB ഓഫീസായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ഓഫീസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും അത് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ ഈ ആളെ അല്ലെങ്കിൽ ഈ കമ്പിയെ മരത്തിൻ്റെ തടി ഉപയോഗിച്ചോ മറ്റോ മാറ്റുന്ന അല്ലെങ്കിൽ അടിച്ച് വേർപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ കയ്യിൽ മറ്റുള്ള തുണികളോ മറ്റോ ഉപയോഗിച്ച് പിടിച്ച് വലിച്ച് മാറ്റിയപ്പോൾ കമ്പിയിൽ നിന്ന് വേർപ്പെട്ടുന്നെങ്കിൽ നമുക്ക് ഉറപ്പ് വരുത്താമല്ലോ. അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രം അത് ചെയ്യുക. തീയുടെ കാര്യമാണ് ചോദിച്ചത്, അവിടെ എക്സ്റ്റിങ്ക്വിഷൻ ഉള്ളത് അങ്ങനെ ചെയ്യാം. ജൂൺ 26 മുതൽ ജൂലൈ 2 വരെ ദേശീയ വൈദ്യുതി ബോധവൽക്കരണ വാരം ആചരിക്കുകയാണ്. വൈദ്യുതി എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരനാണ്, പക്ഷെ ചിലപ്പോഴെങ്കിലും വില്ലനാവാറുണ്ട്. ഇതിൻ്റെ നമുക്ക് ചിലതൊക്കെ അറിയാമെങ്കിലും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഒരു അവബോധം ഉണ്ടാക്കാൻ കൂടിയാണ് പുത്തനത്താണിയിലെ KCB അസിസ്റ്റൻ്റ് എഞ്ചിനീയറായ അഷ്റഫ് സാറിനെ ബുദ്ധിമുട്ടിച്ചത്. 2-3 എപ്പിസോഡുകളായിട്ട് നമ്മൾ പല കാര്യങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. നമ്മൾ ഈ ഇതുവരെ സംസാരിച്ചതിൻ്റെ ഒരു സമ്മപ്പ് പറയുകയാണെങ്കിൽ, പോയിൻറ്റ്സ് പറയുകയാണെങ്കിൽ സാറ് എത്ര പറയും? അതിൽ ഈ ഒരു സുരക്ഷാ വാരമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു മൊത്തത്തിൽ മലയാളികൾക്ക് മൊത്തം കിട്ടുന്ന രൂപത്തിൽ ഇങ്ങനൊരു ചാൻസ് തന്നത് വലിയ സന്തോഷമുണ്ട്. കാരണം നമുക്ക് ആളുകൾക്ക് അവബോധം എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ബോർഡൊക്കെ അതിനു വേണ്ടിയിട്ട് ദേശീയ സുരക്ഷാ വാരമാണ്, ഇന്ത്യയിലൊട്ടുക്കുമുള്ളതാണ്. KCB അതിനുവേണ്ടി നല്ലൊരു സമയവും ധനവും ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ അതിലിങ്ങനൊരു ചാൻസ് തന്നത് വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം നമുക്ക് സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലാണല്ലോ നമ്മൾ വസിക്കുന്നത്, അവിടെ ബ്രേക്കർ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ബ്രേക്കർ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളത് ഇനി പറയുന്നത് തന്നെ മോശമായി പോകാൻ തോന്നുന്നു. അതുകൊണ്ട് ബ്രേക്കർ ഉണ്ട്, അതില്ലാതെ കണക്ഷൻ കിട്ടില്ല അല്ലേ? ഇല്ലാതെ പുതിയ കണക്ഷൻ എന്തായാലും കൊടുക്കില്ല. പക്ഷെ അവിടെ ഒരു വിഷയം എന്താ വരുന്നത് വെച്ചാൽ, ബ്രേക്കർ ബൈപ്പാസ് ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ എപ്പോഴെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് വീടല്ലാതെ മറ്റുള്ള പ്രമിസസുകളിൽ ഈ ലീക്കേജ് വന്ന് ട്രിപ്പായിക്കൊണ്ടിരിക്കുമ്പോൾ അത് വെറുതെ ട്രിപ്പാകുന്നു എന്ന രീതിയിൽ
അത് ബൈപ്പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ ബൈപ്പാസ് ചെയ്യാതിരിക്കുക. പിന്നെ അത് ടെസ്റ്റ് ചെയ്യുക. അന്ന് ചോദിച്ചിരുന്നു അത് ടെസ്റ്റ് ചെയ്യുക, അത് പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമത്തെ കാര്യം, ഉപകരണങ്ങളൊക്കെ ആ ഒരു ക്വാളിറ്റി ഉള്ളത് മാത്രം ഉപയോഗിക്കുക. അതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശദമായിട്ട് സംസാരിച്ചു. ജീവനിൽ കോംപ്രമൈസ് ചെയ്യരുത്. ജീവനിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അത് സ്വന്തം ജീവനും കുടുംബത്തിൻ്റെ ജീവനും അതുപോലെ സമൂഹത്തിൻ്റെ ജീവനുമാണ് അതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പക്കയായിട്ടുള്ള വർക്കിങ്ങിന് എർത്ത് വളരെ കൃത്യമായിരിക്കണം. ആ എർത്തിങ്ങിലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. നമ്മൾ ആ ഒരു ഇത്രയൊക്കെ സംവിധാനങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്തു വെച്ചിട്ട് അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു എർത്തിങ്ങിൽ കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആത്മഹത്യാപരമാണത്. പിന്നെ അവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നതായിരിക്കാം. അതായത് പ്ലഗുകളിലൊക്കെ കുറേ എണ്ണം കൊണ്ടുപോയിട്ട് കുത്തി എല്ലാം കൂടി ഉപയോഗിക്കുന്ന അതൊക്കെ ഒഴിവാക്കുക. പിന്നെ നമ്മൾ പുറത്ത് കുട്ടികൾ പട്ടം പറത്തുന്നത് അത് ലൈനുള്ള സ്ഥലങ്ങളിൽ ചെയ്യാതിരിക്കുക. ലൈൻ പൊട്ടി വീണത് കണ്ടാൽ ഉടനെ അവിടെ ആളുകളെത്തുന്നവരെ KCB ഓഫീസിൽ നിന്ന് ആളുകളെത്തും. അപ്പോൾ അതുവരെ ഒന്ന് അതിന് സുരക്ഷ ഒരുക്കി ഒന്ന് മറ്റുള്ളവർക്ക് അപകടം വരാത്ത രീതിയിൽ കാത്തു നിൽക്കുക. 94 96 01 01 01 എന്ന നമ്പറിൽ വിളിച്ചോ വാട്സപ്പായിട്ടോ അറിയിക്കുക. അതിൽ മറ്റാവശ്യങ്ങൾക്ക് കറണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മറ്റാരൊക്കെയോ കേരളത്തിൽ നിന്ന് അതിൽ ബന്ധപ്പെടും. ഒരുപാട് ലൈൻസ് ഉണ്ട് അതിൽ, എന്നാലും അതിന് ബുദ്ധിമുട്ടിക്കലാവും. അതുകൊണ്ട് എമർജൻസിക്ക് വേണ്ടി മാത്രം അത് ഉപയോഗിക്കാം. പിന്നെ മരങ്ങളുടെ കാര്യത്തിൽ വെട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ കൊടുക്കുക. മരം കാലകാലങ്ങളിൽ വെട്ടുന്നതിന് KCB ആയിട്ട് സഹകരിക്കുക. അത് ഓഫീസിൽ അറിയിച്ചുകൊണ്ട് അതിലെ സംവിധാനം ചെയ്യിച്ച് വെട്ടുക. പിന്നെ അതേപോലെ തന്നെ വീടുകൾ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്ന സമയത്ത് അത് ലൈനുമായിട്ടുള്ള ക്ലിയറൻസ് ഉണ്ടായിരിക്കും. താഴെ ഇപ്പോൾ നിർമ്മിക്കാൻ പാടില്ല ഇപ്പോഴത്തെ നിയമങ്ങളനുസരിച്ച്, CA റെഗുലേഷൻ അനുസരിച്ച്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നിർമ്മാണങ്ങൾ മറ്റുള്ള ഏത് നിർമ്മാണങ്ങളാണെങ്കിലും അത് ശ്രദ്ധിച്ച് അന്വേഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. തോട്ടി ഉപയോഗിച്ച് ലോഹത്തിൻ്റെ എന്ത് സാധനങ്ങൾ ഉപയോഗിച്ചും ചക്ക മാങ്ങ ഇതൊക്കെ പറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. മൃതപ്രായമായി കിടക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ തെങ്ങിൻ്റെ തെങ്ങ് വലിച്ചു കിട്ടുമല്ലോ, സ്റ്റേ കമ്പി, അത് ലൈനുമായിട്ട് അടുത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് പലപ്പോഴും അപകടങ്ങൾ വരുത്താറുണ്ട്. ഇതിൻ്റെയൊക്കെ ജോലികൾ വ്യാപൃതമായിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ പന്തൽ പണിക്കാർക്ക്, നമ്മളെ എപ്പിസോഡിലൊന്നും അത് സംസാരത്തിൽ വന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. വന്നിട്ടില്ല. ഇല്ല. പന്തൽ പണിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവർ പലപ്പോഴും ഞാനൊക്കെ അവരുടെ ടെക്നിക്കാലിറ്റി വളരെ ബഹുമാനത്തോടു കൂടി കാണാറുണ്ട്. കാരണം സ്കില്ല് എന്തെങ്കിലും ഒരു സ്റ്റേയുടെ വിഷയം പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ വേഗം മനസ്സിലാകുന്ന ടീം അവരാണ്. കാരണം അവർ സ്റ്റേ കെട്ടുന്നവർ. പക്ഷെ അവരും പലപ്പോഴും അശ്രദ്ധയിൽ കാണിക്കാറുണ്ട്. അപ്പോൾ അത് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർ, അവർ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജോ മറ്റോ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത്. തൊഴിലുറപ്പുകാർ അവർ പല സ്ഥലങ്ങളിൽ ചെല്ലുന്നവരാണ്, അവർക്കിത് കാണാൻ കഴിയും. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ചിലർക്കൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ കണ്ടിട്ടുള്ളത് മീൻപിടുത്തമായിട്ട്, അത് നമ്മൾ പറഞ്ഞിരുന്നു. മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഫാമുകളിൽ വേലികളിൽ കറണ്ട് കൊടുക്കുന്നത്, അതിന് വേറെ നമുക്ക് സംവിധാനങ്ങളുണ്ട്. അത് അന്വേഷിച്ച് ഉപയോഗപ്പെടുത്താം. വേലികളിലൊക്കെ ഈ പന്നി, പാമ്പ്, നായ ഇതൊക്കെ വരുന്നതിന് അവർക്ക് ചെറിയ ഷോക്ക് ഏൽപ്പിക്കുന്ന ഈ ആനകൾക്കൊക്കെ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ വേറെ വാങ്ങിക്കാണ്ട് ഈ കറണ്ട് കൊടുക്കാതിരിക്കുക. പിന്നെ ലൈറ്റ്നിങ്ങിൻ്റെ സമയത്ത് നമ്മൾ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു കാരണവശാലും നമ്മൾ വൈദ്യുതി ഉണ്ട് എന്ന് തോന്നുന്ന സ്ഥലത്ത്, ബോധ്യപ്പെട്ടോളന്നില്ല, തോന്നുന്ന സ്ഥലത്ത് നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. അവിടെ ഒരു ജാഗ്രത ആവശ്യമാണ്. ജാഗ്രതയാണ് ഏറ്റവും ആവശ്യമുള്ള സംഭവം. അതിന് നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ അവിടെ ഒരു മരണം ജനിച്ചേക്കാം. അഷ്റഫ് സാറിൻ്റെ നമ്മൾ കുറേ സമയമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 2-3 മണിക്കൂർ കൊണ്ട് പറഞ്ഞ് തീർക്കാവുന്നൊരു സംഗതിയല്ല. ദിവസങ്ങൾ ആവശ്യമുള്ള, ചർച്ചകൾ ആവശ്യമുള്ള, ബോധവൽക്കരണം ആവശ്യമുള്ള ഒന്നാണത്. വൈദ്യുതി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അത് കൂട്ടുകാരനാണ്, പക്ഷേ പലപ്പോഴും വില്ലനാവാറുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, കൂടുതൽ പഠിച്ചാൽ, ജാഗ്രതയോടെ വൈദ്യുതിയെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ എല്ലാം ശുഭപര്യവസാനിയാവും. അഷ്റഫ് സാറിനോട് നന്ദി എന്ന് പറഞ്ഞ് കടപ്പാട് ഒഴിവാക്കുന്നില്ല. പീസ് റേഡിയോയ്ക്ക് വേണ്ടി ഇത്രയും സമയവും അധ്വാനവും ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സന്തോഷം.
അസ്സാം വലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.